സ്ഥലത്തിനനുസരിച്ച് പെരുമാറുകയും സംസാരിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു IS വരെ പഠിപ്പിക്കാൻ പോകുന്നു, അവിടെ എനിക്ക് ബിക്കിനിയും ഷോർട്സ് ഇട്ട് നടക്കാൻ ഒക്കത്തില്ലല്ലോ. എനിക്ക് എന്റേതായ ഒരു ബേസിക് സ്ട്രക്ചർ ഫോളോ ചെയ്യണം. അവരൊരു ഉദ്ഘാടന പരിപാടിയിൽ പോകുമ്പോൾ അതൊരു ജ്വല്ലറി ഉദ്ഘാടനം ആകട്ടെ, ഒരു സ്കൂൾ ഉദ്ഘാടനം ആകട്ടെ, ഒരു ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ആകട്ടെ, ഒക്കെ ശരി, അതനുസരിച്ച് അവർക്ക് ഡ്രസ്സ് ധരിക്കാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. അവര് പോകുന്ന സ്ഥലത്തിനനുസരിച്ച് അവർക്ക് അത് ഫോളോ ചെയ്യാം. ഇപ്പൊ അവര് പറഞ്ഞു, ഹണി റോസ് പറഞ്ഞു, തന്റെ ഫോട്ടോ വളരെ മോശമായ രീതിയിൽ എടുക്കുകയും ചിത്രീകരിക്കുകയും അവരുടെ ഫാൻസ് തന്നെ അവർക്ക് അഗേൻസ്റ്റ് പോവുകയും ചെയ്യുന്നു പറയുന്നു. അതിനുള്ള അവസരം ഉണ്ടായി കൊടുത്തിട്ടല്ലേ അവർ ചെയ്യുന്നത്. അവരൊരിക്കലും ഇന്ന ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, അവരിങ്ങനെ മാത്രമേ ധരിക്കാവൂ ആരും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 19 ടോക്സ് അബൌട്ട് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞാൽ അത് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. ആ ഫ്രീഡത്തിനെ പ്രോപ്പറായി യൂസ് ചെയ്യുന്ന വിധത്തിൽ എക്സ്പ്രസ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യണം. ഇവിടെ ഒരു തമാശ രൂപത്തിലാണ് ബോച്ച് ഇങ്ങനെ ഒരു അശ്ലീലമായ കമന്റ് പാസ് ചെയ്തത്. അത് തമാശ രൂപത്തിലായാൽ പോലും ഒരു സ്ത്രീയോട് പാസ് ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനവർ കേസ് കൊടുത്തു, അതിന് മാപ്പ് പറഞ്ഞു, ഒക്കെ ശരി. പക്ഷെ വീണ്ടും 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 അതിനെ വളച്ചൊടിച്ച് വേറെ ലെവലിൽ കൊണ്ടുപോവുകയും അതിന്റെ ലിമിറ്റേഷൻസ് ആണെങ്കിൽ താൻ ഒരു തരത്തിലും തെറ്റുകാരിയല്ല എന്ന് വരുത്തിയിരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ശരിക്കും ഒരു ചോദ്യത്തിന് വരിക തന്നെ ചെയ്യുകയാണ്. എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ഉള്ള ഫാൻസ് ആകട്ടെ, ഹണി റോസിനുള്ള ഫാൻസ് ആകട്ടെ, അവരുടെ പപ്പരാസീസ് ആകട്ടെ, അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സ് ആകട്ടെ, അവർ എന്ത് മെസ്സേജാണ് അവർക്ക് കൊടുക്കുന്നത്? ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്ന